ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൃശൂർ അതിരൂപതയുടെ കീഴിൽ മലപ്പുറം ജില്ലയുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള പൊന്നാനി പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുക. പൊന്നാനിയിൽ ഇന്നത്തെ ദേവാലയം നിലനിൽക്കുന്നിടത്ത് 1907 പാലിയൂർ പള്ളി വക ബഹുമാനപ്പെട്ട മേനാച്ചേരി മാർ യോഹന്നാൻ മെത്രാനച്ചൻ കൽപ്പിച്ചതനുസരിച്ച് ഒരു കൊച്ചു ദേവാലയം സ്ഥാപിക്കുകയും 12 വർഷം ദൈവശുശ്രൂഷ കർമ്മം നടത്തി പോന്നിരുന്ന ആ കൊച്ചു ദേവാലയം 1919 ചില പ്രതികൂല സാഹചര്യത്തിൽ ക്രിസ്തു മതവിരോധികൾ പൊളിച്ചു മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. 12 വർഷത്തോളം മതകർമ്മങ്ങൾ ഇല്ലാതിരുന്ന അവസരത്തിൽ കോട്ടപ്പടി പള്ളി ഇടവക ശ്രീ പൊറിഞ്ചുണ്ണി ഇട്ടിക്കാരു എന്ന വ്യക്തിയുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി അന്നത്തെ കോട്ടപ്പടി പള്ളി വികാരി ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് മഞ്ഞളി അച്ഛൻ്റെയും യോഗക്കാരുടെയും അപേക്ഷയനുസരിച്ച് ബഹുമാനപ്പെട്ട മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി മെത്രാൻ ദേവാലയം പണിയുവാൻ കൽപ്പിച്ചനുവദിക്കുകയും അതുമനുസരിച്ച് ഇന്ന് നിൽക്കുന്ന ദേവാലയം കോട്ടപ്പടി പള്ളി വക പണിയുകയും ചെയ്തു. പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയത് 1928 തൃശൂർ രൂപതയുടെ കാലം ചെയ്ത മെത്രാൻ ബഹുമാനപ്പെട്ട മാർ വാഴപ്പള്ളി തിരുമനസായിരുന്നു. ഈ ദേവാലയത്തിൻ്റെ സ്ഥാപനത്തിന് പലവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് പരേതരായ ഫാദർ ഇഗ്നേഷ്യസ് അച്ഛനും കോട്ടപ്പടി മുട്ടത്ത് ശ്രീ പൊറിഞ്ചുണ്ണി പൊന്നാനി കോഴിപ്പറമ്പിൽ ശ്രീ ജോർജ് ഫ്രാൻസിസ്, എടത്തുരുത്തി വലിയ വീട്ടിൽ ശ്രീ വർഗീസ് ചിറ്റലപ്പള്ളി, ശ്രീ ഇട്ടിയച്ചൻ പൗലോസ് എന്നിവർ. കാലങ്ങൾ കടന്നുപോയി 25 വർഷങ്ങൾക്ക് ശേഷം 1956 ഈ ദേവാലയത്തിൻ്റെ രജത ജൂബിലി ഉചിതമായ രീതിയിൽ തന്നെ അവർ ആഘോഷിച്ചു. 1919 തകർക്കപ്പെട്ട കൊച്ചു ദേവാലയം മതസമ്മർദ്ദം നിലനിൽക്കുന്ന കാലമാണെങ്കിൽ കൂടി പുനരുദ്ധരിക്കണം എന്ന ആശയത്തോടെ അന്നത്തെ തൃശൂർ രൂപതാ അധ്യക്ഷൻ മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് ശ്രീ മുട്ടത്ത് ഇട്ടിക്കൂരുവിനെ വിളിക്കുകയും പള്ളിക്ക് വേണ്ട സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഇദ്ദേഹം തൻ്റെ രാഷ്ട്രീയ സാമുദായിക സ്വാധീനവും കഴിവും ഉപയോഗിച്ച് പള്ളി പണിയുവാൻ തുടങ്ങി. പള്ളിപ്പണിയിൽ സംപ്രീതനായ വാഴപ്പള്ളി മെത്രാൻ ഒരു വീരശൃംഖല ഇട്ടിക്കൂരുവിനെ സമ്മാനിച്ചു എന്നതാണ് ചരിത്രം. കാലങ്ങൾക്ക് ശേഷം മതസൗഹാർദ്ദം പുനർജനിക്കുകയും ഹിന്ദു മുസ്ലിം സഹോദരങ്ങളുടെ കൈയഴിഞ്ഞ സഹായം പൊന്നാനി സെയിൻറ്റ് ആൻ്റണീസ് പള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. 2011 സെപ്റ്റംബർ 25 ചരിത്രത്തിൽ പ്രാധാന്യമേറിയ പൊന്നാനി സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ 80ാം സ്ഥാപിത വർഷം ആഘോഷിക്കുവാനുള്ള വേളയിൽ നന്ദിയുടെ നറുമലരുകൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ മഹാന്മാരുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. 1975 പള്ളി പുതുക്കി പണിതത്. ആത്മീയ പുരോഗതി ലക്ഷ്യം വെച്ച് ചർച്ചിനോടനുബന്ധിച്ച് വിജയമാത കോൺവെൻറ്റും പ്രവർത്തിക്കുന്നു. പള്ളിയുടെ അൽത്താരയും പുറത്തുള്ള കപ്പേളയും 2005 നവീകരിച്ചു. വേദപഠന ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ പള്ളി അങ്കണത്തിൽ ഒരു സംസ്ഥേരിയും പണിതു. 1975 നഴ്സറി സ്കൂളായി ആരംഭിച്ച വിജയമാതാവ് സ്കൂൾ 1995 ഹൈസ്കൂളായി ഉയർന്നു. ഇതാണ് പൊന്നാനിയിലെ സംസ്ഥേരി. ഇന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നടക്കുന്ന പൊന്നാനി നഗരത്തിലെ ഏറ്റവും നല്ല പള്ളിയായി വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയം മാറിക്കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ.